അപ്പോൾ ആംബുലൻസ് വിളിക്കട്ടാ? വന്നാലേ പറ്റൂ. ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റൂല. ഇത് 10 കൊല്ലത്തിന് മുമ്പ് വീണതാണോ? ശരിയും ആരും ഇല്ല ചേട്ടന്? വീട്ടുകാരൊന്നുമില്ലേ? നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ 9-ാം വാർഡിലേക്ക് മാറ്റാം. അല്ലേ സാധനം എല്ലാം പറയും. നമസ്കാരം. കുറേ ദിവസങ്ങളായി ആറ്റിങ്ങൽ കച്ചേരി നടയിൽ ഒരു ആൾ കിടപ്പുണ്ട്. അദ്ദേഹം വെച്ചാൽ വളരെ കാലിലൊക്കെ ഇങ്ങനെ വച്ച് കെട്ടി കിടക്കുകയാണ്. ഒരുപാട് പേരൊക്കെ ഞങ്ങളെ വിളിച്ചു, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഭീകരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ എസ്കേപ്പ് ചെയ്യാനുള്ളത്, കാരണം അവിടെ കിടന്ന് അവിടെ മലമൂത്ര വിസർജനം എല്ലാം ആ ഒരു റോഡിലാണ് പുള്ളി ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലേക്കോ ഒരു അനാഥത്തേക്ക് മാറ്റണം. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ശിവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഐത്തേട്ടൻ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഭയതീരത്തിൻ്റെ ആളെ കാണാൻ വേണ്ടി കൂടെയാണ് വന്നിരിക്കുന്നത്. ചേട്ടാ, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ? ആദ്യം അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മറ്റ് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുക. അതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിയന്തരമായ ഘടകം. അദ്ദേഹം വരാൻ വിസമ്മതിക്കുന്നതാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ശിവകാരുണ്യയുടെ എല്ലാവിധ സഹായവും എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ശ്രമിക്കാം. ഓക്കെ. സലീം ആരുമില്ല ചേട്ടന്? വീട്ടുകാരൊന്നുമില്ലേ? വീട്ടുകാരൊക്കെ ഉണ്ട്. വീട്ടുകാരൊക്കെ അടിച്ചിറക്കിയോ? ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ആൾക്കാരൊക്കെ വിളിച്ച് പറയാനുണ്ട്, ചേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ചേട്ടൻ നമ്മൾ എസ്കേപ്പ് ചെയ്യട്ടെ, ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ടേ? ഈ അസുഖമൊക്കെ ഇങ്ങനെ കാലൊക്കെ ഈ അവസ്ഥയിൽ കിടക്കുകയില്ലേ? ഞാൻ ചെറിയ പോയി ഒന്നരടം മരുന്ന് വയ്ക്കും. അല്ല, ഈ അവസ്ഥയിൽ ചേട്ടാ ഇരുട്ടത്തും മഴയത്തും വെയിലത്തും ഒക്കെ ഇവിടെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇത് നാട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞു, ഐതടാ അപ്പം എന്താ ചെയ്യാൻ പറ്റും? ആശുപത്രി കൊണ്ടാകട്ടോ? അപ്പൊ അവിടെ ഒരാഴ്ച കിട ആഹാരവും മരുന്നും കിട്ടും. അവിടെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ 9-ാം വാർഡിലേക്ക് മാറ്റാം. ആംബുലൻസ് വിളിച്ചിട്ട് മാറ്റാം. നിങ്ങൾ അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കി. കാരണം ഇത്രയും ഉറുവും വച്ചിട്ടൊക്കെ ഇരിക്കുകയല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറെ നാളുകളായി ഇവിടെ സ്ഥിരമായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ അവിടെ കിടക്കുന്നു. തുണിയില്ലാതെയൊക്കെയാണ് കിടക്കുന്നത്. അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. വക്കീൽ ഓഫീസുകളൊക്കെയാണ്. അങ്ങനെ അവർ വഴക്ക് പറഞ്ഞതിൻ്റെ ഭർത്താവ് പുള്ളി ഇവിടെ വന്ന് കിടക്കുന്നത്. വീട്ടിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് 3 ആൺമക്കളുണ്ട്. വീട് പള്ളിമുക്കിലാണ്. അവരാൾക്കാർ വന്ന് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ട് അവരാരും വരുന്നില്ല. പിന്നെ അറിയിക്കേണ്ട സ്ഥലത്തിൽ നമ്മൾ അറിയിച്ചു. മണിമുക്കിൻ്റെ അവിടെയൊക്കെ വിളിച്ചു പറഞ്ഞു. അവർ വരാമെന്ന് പറഞ്ഞല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യജീവിയാണ്. നമുക്കത് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വക്കീലന്മാരെ കൊണ്ടുപോയി പലരെയും വിളിപ്പിച്ചു. മുനിസിപ്പാലിറ്റിയിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ സംഘടിതമായിട്ട് പറഞ്ഞ് പോലീസുകാരിലൊക്കെ വിളിച്ചു പറഞ്ഞു. പോലീസൊന്നും വന്നൊന്നുമില്ല. ചേട്ടാ, പോലീസിനെ വിളിച്ചിട്ട് പോലീസിന് വന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം, കാരണം ഈ മുറി ഹോസ്പിറ്റലിൽ ആക്കുക. ഇദ്ദേഹത്തിന് ഈ മുറി ഉള്ളിടത്തോളം കാലം ഒരു അനാഥലത്തിൽ എടുക്കത്തില്ല. അതാണ് ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അവർ റെഡിയാണ്, അവർ കൊണ്ടുപോകാൻ റെഡി. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക്, ജനറൽ ഹോസ്പിറ്റലിൽ 9-ാം വാർഡിലേക്ക് മാറ്റണം. അധികം വരില്ലെന്നാ പറയുന്നത്. വരുവായിട്ടാ അപ്പോൾ ആംബുലൻസ് വിളിക്കട്ടാ? വന്നാലേ പറ്റൂ. ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റൂല. അങ്ങനെ കിടക്കണ്ട. ഇവിടെ ഒന്നാതെ കിടക്കാൻ പറ്റില്ല. കാരണം എന്താണ് ഈ തണുപ്പത്ത് സ്മെല്ലുമായി ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾ ഈ അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ വരുന്നവരും പോകുന്നവർക്കും എല്ലാം പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മാറിയേ പറ്റുള്ളൂ. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയേണ്ടി വരും. അതെ. നിങ്ങൾ എണിച്ച് പോയാൽ എവിടെ പോയി കിടക്കും? അല്ല, കണ്ടു നിൽക്കുക. സ്റ്റേഷൻ വിളിക്കാൻ പറ്റും. അതാണ് വൃത്തി. സ്റ്റേഷൻ വിളിക്കാൻ പറ്റും. സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുക. അവിടെ നിന്ന് വണ്ടി അങ്ങനെ ആലങ്കോട് പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഇതേ അവസ്ഥയല്ലേ? അവിടെ കിടക്കാൻ പോയല്ലേ സാറേ? ഇതാണ് അവസ്ഥ. പുള്ളിയെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ സ്ഥിരം ഇരിക്കുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം പറയട്ടെ, സ്ഥിരമായി പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ഇങ്ങനെ ഭക്ഷണം ആരെങ്കിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. ഇന്നായപ്പോഴിങ്ങനെ അവശതയിൽ ഇവിടെ ഇരിക്കുന്ന കണ്ടു. ആംബുലൻസിൽ പോയിക്കൊള്ളുക, നമുക്ക് വേണ്ടുന്ന കാര്യം ചെയ്യാം. ഓക്കെ ചേട്ടാ, ഈ മുറിവ് എന്താ മുറിവെന്നറിയോ? എന്താ സംഭവം? ഈ മുറിവ് അങ്ങനെ വന്നത്? ഇത് 10 കൊല്ലത്തിന് മുമ്പ് വീണതാണോ? ഇതുവരെ പുറത്തില്ല മുറിവ്? 2 പ്രാവശ്യം പ്ലാസ്റ്റിക് സർജറി ചെയ്ത്.
അത് 2 പ്രാവശ്യം ചെയ്തത് ഇളകി പോയി. ആ അതാണ് വിഷയം അല്ലേ? ഈ ചേട്ടൻ്റെ ബന്ധുക്കളൊക്കെ മകനൊക്കെ ഉണ്ടെന്ന് ആരൊക്കെ ആംബുലൻസ് ഓടിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അവരൊക്കെ നമ്മളെ തഴഞ്ഞു. ആംബുലൻസ് 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 അവിടെ അവിടെ എടുക്കുന്ന അഡ്രസ് മതിയല്ല, അത് ആളില്ലാത്തപ്പോൾ എടുക്കാതിരിക്കുന്നത്. അല്ലേ? സാധനം എല്ലാം പറയോ? വാ എല്ലായിടത്തും ചേട്ടാ ഇങ്ങോട്ടാ ഒതുക്കിയെടുത്താൻ പറ്റും ചേട്ടാ. ഫ്രണ്ട് എടുത്തൊക്കെ പുള്ളി മുമ്പോട്ട് എടുത്തിട്ടേ ഈ അരികിൽ ചേർത്തൊന്ന് എടുക്കുക. അയത്തേട്ടാ സംഭവം അവിടെ കൊണ്ട് എത്തിച്ചാൽ അതില്ല നമ്മൾ ശരി ശരി ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ വേറെ ജനറൽ ഹോസ്പിറ്റൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുമല്ലോ? അഡ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇവർക്ക് ആംബുലൻസുകൾക്ക് അറിയാൻ പറ്റുമല്ലോ കാര്യം. ഓക്കെ ഓക്കെ ചേട്ടാ വാ കേട്ടോ. നല്ല ശക്തിയായ മഴയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസരം. മൊത്തം വെള്ളക്കെട്ടാണ് ഇവിടെ. എല്ലാ ഫുഡ് എല്ലാ ഭക്ഷണമൊക്കെ എടുത്തോ ചേട്ടാ, എടുത്തോ എല്ലാം എടുത്തോ. വാ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒരു സാധനം ഉണ്ടോ എവിടെയെങ്കിലും എടുക്കാനായിട്ട്? ഇത് മാത്രമേ ഉള്ളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. കാല് നനയിലേട്ടാ, കാല് ഇൻഫെക്ഷൻ ആവും, കാല് ഇൻഫെക്ഷൻ ആവും. എന്റെ കയ്യിൽ മൈക്കാണ്. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടാ പ്ലീസ്, ഒന്ന് പിടിക്കേട്ടാ. ആണോ? ഇതില് കിടന്നാ മതി. ഈ വെള്ളമൊക്കെ വേണോ? ഇതൊക്കെ വേണോ? വെള്ളം വേണോ? ആ ഓക്കെ ഓക്കെ. കാലടിച്ച് നീട്ടി വെച്ചോ. നീട്ടി വെച്ചാ നീട്ടി വെച്ചോ. കിടന്നോ 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 കിടന്നോ. ഇതെടുക്കണോ? ഏതായാലും ഞങ്ങളൊരു ഉദ്യമത്തിൽ ഇറങ്ങി, അതിപ്പോൾ പൂർണ്ണമായിട്ട് സാക്ഷാത്കരിച്ച് പുള്ളി നമ്മളൊരു ആംബുലൻസ് കയറ്റിയിട്ട് ഇപ്പം ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് വന്ന ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ സാറുണ്ട്, അതുപോലെ തന്നെ ഐത്തേനുണ്ട്, ശിവകാരുണ്യയുടെ ഐത്തേനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അഭയതീരത്തിൻ്റെ ആളിപ്പോൾ വരും. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല മനസ്സിലുള്ള സഹായം കൊണ്ടാണ് ഈ വ്യക്തി നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. ആ ഒരു ചാരിതാർത്ഥ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും. എന്തായാലും മറുനാട് മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിനോടൊപ്പം ശ്രീത്ത് മാരാ സൈനിങ് ഓഫ്.